ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ ഒരു നോട്ടും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോൻ്റെ മുകളിൽ നമ്മുടെ മനസ്സിലുള്ളത് എന്താണ് എന്നുള്ള കാര്യം അവിടെ നോട്ടായിട്ട് നമുക്ക് ആഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ട് ഇപ്പം ഏതെങ്കിലുമൊക്കെ പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചിലപ്പം നോട്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം അതിൽ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ എഴുതി വെക്കാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോൻ്റെ മുകളിൽ ഇതുപോലെ എങ്ങനെ നോട്ട്സ് ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും. അതിൽ മുകളിലായിട്ട് ഷെയർ എ നോട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ മനസ്സിലുള്ള കാര്യം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് മ്യൂസിക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മ്യൂസിക് ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഒരു എക്സാമ്പിളിന് ഈ ഒരു മ്യൂസിക് ആഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം മ്യൂസിക്കും ആഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള കാര്യം ഇവിടെ ആഡും ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് കഴിഞ്ഞാൽ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നോട്ട് അവിടെ ആഡ് ആവുന്നതായിരിക്കും. ഇപ്പോൾ ഒരു മ്യൂസിക്കും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു നോട്ടും ആഡ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോയിലോട്ട് ഇൻസ്റ്റാഗ്രാമിൽ നോട്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.